ഈ ആഫർ രജിസ്ട്രേഷൻ കിട്ടിയ ഇപ്പം ഓസ്ട്രേലിയക്ക് പുറത്തുള്ള ഒരാൾക്ക് ഇപ്പൊ ഈ 482 വിസ അല്ലെങ്കിൽ ഒരു എംപ്ലോയർ ഒരു സ്പോൺസർഷിപ്പ് കിട്ടാൻ കാലതാമസം സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് എങ്ങനെ ഓസ്ട്രേലിയയിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് മൂവ് ചെയ്യാൻ സാധിക്കും? PR ഉൾപ്പെടെയുള്ള മറ്റു പല മാർഗങ്ങളുണ്ടല്ലോ. അതിപ്പോ ഈ എംപ്ലോയർ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഇവർക്ക് ഓസ്ട്രേലിയ എത്താനുള്ള പല പാത്തുകൾ, പല മാർഗങ്ങളിൽ, പല ചാനലുകളിലും ഒരു ചാനൽ മാത്രമാണ്. ഈ സ്കിൽഡ് മൈഗ്രേഷൻ ഉണ്ടല്ലോ. സ്കിൽഡ് മൈഗ്രേഷൻ അവർക്ക് പിന്നെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വയസ്സ്, അവരുടെ പിന്നെ തൊഴിൽ പരിചയം, പിന്നെ അവരുടെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനത്തിൽ, അതായത് പ്രൊഫഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഈ 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ, പിന്നെ പാർട്ണറുടെ സ്കില്ല്, ഈ 5 ഘടകങ്ങളിൽ ഇത് പാർട്ണറുടെ സ്കിൽ എന്ന് പറയുന്നത് ഒരു അഡീഷണൽ, ഒരു ആഡഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ ഇതിനകത്ത് അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോയിന്റ്സ് നേടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും തന്നെ എംപ്ലോയറുടെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ തന്നെ അവർക്ക് വരാൻ സാധിക്കും. അങ്ങനെ അവർക്കൊരു PR കിട്ടി അവർ വരുവാണെന്നുണ്ടെങ്കിൽ ജോബ് കിട്ടുന്ന കാര്യത്തിൽ അവർക്ക് ഓൺഷോറിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നേഴ്സസിന് ജോലിക്ക് ബുദ്ധിമുട്ട് വരും, ഒരിക്കലും വരില്ല. ഒരു PR നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ക്വാളിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു പല ക്വാളിഫിക്കേഷൻ വേണം എന്ന് പറയുന്നുണ്ട്, ക്രൈറ്റീരിയാസ് പലതുണ്ടെന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഈ സ്കിൽഡ് മൈഗ്രേഷനിൽ ഒരാൾ എലിജിബിൾ ആണോ എന്ന് അറിയുന്നത്? എങ്ങനെ പോയിന്റ് ബേസ്ഡ് എത്ര പോയിന്റ്സ് ആണ് ഒരാൾക്ക് വേണ്ടി വരിക? മിനിമം വേണ്ടത്, അതായത് ഇൻഡിപെൻഡന്റ് സ്കിൽഡ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് എനിക്ക് തന്നെ അപേക്ഷിച്ച് ലഭിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് 65 പോയിന്റ് എനിക്ക് നേടാൻ കഴിഞ്ഞു. ഈ 65 പോയിന്റ് എങ്കിൽ നമുക്ക് PR സെക്യൂർ ചെയ്യാൻ പറ്റും. അങ്ങനെ അത് ഡിപ്പെൻഡ് അപ്പോൺ ദ ഓക്കുപേഷൻ വി ചൂസ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, രജിസ്റ്റേർഡ് നേഴ്സസിന്റെ കേസിൽ എന്റെ അനുഭവത്തിൽ 65 കിട്ടിയിട്ടുണ്ട്. അതേസമയം കിട്ടിയിട്ടുണ്ട് മിക്കവാറും ഒക്കെ. അതേസമയം എഞ്ചിനീയേഴ്സിന് കിട്ടിയിട്ടില്ല. അത് ഓരോ ഓക്കുപേഷന്റെയും ലേബർ മാർക്കറ്റിലെ ഡിമാൻഡിനനുസരിച്ച് ചില സമയത്ത് 75 ആയിരിക്കും നേഴ്സസിന് ഇൻവിറ്റേഷൻ കിട്ടുക. അങ്ങനെ നേഴ്സസിന് പൊതുവെ ആ ഒരു ഇത് വരാൻ കാര്യമില്ല. കാര്യം ഒരു നല്ല ഷോർട്ടേജ് ഉള്ള ഒരു മേഖല ആയതുകൊണ്ട് നേഴ്സസിന്റെ കാര്യത്തിൽ അങ്ങനെ വരും. അതേസമയം ഈ എഞ്ചിനീയേഴ്സിന്റെ കാര്യത്തിൽ ചില സ്പെസിഫിക് ഏരിയയിലുള്ള എഞ്ചിനീയേഴ്സിന് നല്ല ഹൈ പോയിന്റ് ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് അക്കൗണ്ടന്റിന്റെ ഒരു ഘട്ടത്തിൽ 85 പോയിന്റ്സ് ഒക്കെ ഉള്ളവർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുള്ളൂ, ഇൻഡിപെൻഡന്റ്. അതുപോലെ മറ്റു പല ഓക്കുപേഷൻസും ഉണ്ട്. ചില ഓക്കുപേഷന് ഒരു മിനിമം ആവശ്യമുണ്ട്, ലേബർ ഫോഴ്സിന് ആവശ്യമുണ്ട്. അതായത് അവിടുത്തെ ലേബർ മാർക്കറ്റിൽ അവരുടെ റിക്വയർമെന്റ് ഉണ്ട്. പക്ഷെ ആവശ്യത്തിന് ആപ്ലിക്കൻസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 65 പോയിന്റ് ആയാലും അവർ ഇൻവൈറ്റ് ചെയ്യും. അതേസമയം ഇപ്പം അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരുപാട് പേര് പിന്നെ ആ ഓക്കുപേഷൻ ചൂസ് ചെയ്ത് മൈഗ്രേഷന് ട്രൈ ചെയ്യും. പക്ഷെ അതിന് കൊടുക്കാൻ കഴിയുന്ന സ്പോട്ടുകളുടെ എണ്ണം അല്ലെങ്കിൽ പ്ലേസസിന്റെ കുറവായിരിക്കും. അപ്പൊ കോമ്പറ്റീഷൻ വരും. അതിനകത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളവർക്ക് ആയിരിക്കും അവർ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു PR അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്രയും പറഞ്ഞ ഒരു എലിജിബിലിറ്റി ആൾക്കുണ്ടെന്ന് ഇരിക്കുക. ഇപ്പൊ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം EOE എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. EOE സമർപ്പിക്കുന്നതിന് നമുക്ക് 65 പോയിന്റ് നമ്മുടെ മിനിമം പോയിന്റ്സ് നമ്മൾ റിക്കവർ ചെയ്യുന്നു. ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ, അതായത് സബ് ക്ലാസ് 189 ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 65 പോയിന്റ് അതിനകത്ത് കാട്ടണം. അതല്ല നമ്മൾ സ്റ്റേറ്റ് നോമിനേഷൻ ആണെങ്കിൽ, സ്റ്റേറ്റ് നോമിനേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് നോമിനേറ്റ് ചെയ്യുന്നതായിരിക്കും, സ്റ്റേറ്റിന്റെ 5 പോയിന്റ് കിട്ടും. അപ്പൊ 60 പോയിന്റ് ഉള്ള ഒരാൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ നോമിനേഷന് അർഹത ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന്റെ നോമിനേഷൻ 190 അപ്ലൈ ചെയ്യും. അതല്ല റീജിയണൽ സ്പോൺസർഷിപ്പ് ആണ്, ഏതെങ്കിലും സ്റ്റേറ്റിന്റെ റീജിയണൽ സ്പോൺസർഷിപ്പ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ബന്ധുക്കളുടെ റീജിയണൽ ഏരിയയിൽ താമസിക്കുന്ന ബന്ധുക്കളുടെ കെയർ ഓഫിൽ ഫാമിലി സ്പോൺസർഷിപ്പ് ആണ്, 491 വിസ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 15 പോയിന്റ് കൂടി കിട്ടും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് 50 പോയിന്റ് ഉള്ളവർക്ക് വേണമെങ്കിൽ 491 വേണമെങ്കിൽ അപേക്ഷിക്കാം സ്റ്റേറ്റ് നോമിനേഷൻ. പക്ഷേ അത് ഓരോ സ്റ്റേറ്റും ആ സ്റ്റേറ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അവരെ ഏത് ഓക്കുപേഷനാണ് ആവശ്യമെന്ന് കണ്ട് അതിനകത്ത് അത് അവരുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ്, അവർക്ക് അവരെ ചെയ്യേണ്ടത്, അല്ല അവരെ ഏത് ഓക്കുപേഷനിൽ അല്ലെങ്കിൽ എങ്ങനെയത് പിന്നെ ഓരോ സ്റ്റേറ്റ് നോമിനേഷൻ ഓരോ സ്റ്റേറ്റിനും കൊടുത്തിട്ടുള്ള ആ പ്ലേസസ് എങ്ങനെ അവര് ഫില്ലപ്പ് ചെയ്യണമെന്നുള്ളത് അവിടുത്തെ ലേബർ ഷോർട്ടേജും അവിടുത്തെ ലേബർ മാർക്കറ്റിന്റെ പ്രത്യേകതകളും ഒക്കെ അനുസരിച്ചായിരിക്കും. ചില ആപ്ലിക്കൻസിനൊക്കെ ലാസ്റ്റ് 1 ഇയർ ആയിട്ടോ 2 ഇയർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കാതെ പോയ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഈ 189 അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോയിന്റ്സ് മാത്രം ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടും, അതോ റീസെന്റ് വർക്ക് എക്സ്പീരിയൻസും കൺസിഡർ ചെയ്യാറുണ്ടോ? ഇല്ല. ഈ EOE സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ പോയിന്റ്സ് ആണ്, അതിൽ നമ്മൾ ക്ലെയിം ചെയ്യുന്ന പോയിന്റ്സ്, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എലിജിബിലിറ്റി ഉണ്ട്. അവർക്ക് ഡിപ്പാർട്ട്മെന്റ് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ദ ഇൻവിറ്റേഷൻ എത്ര പോയിന്റ് ആണോ നമ്മൾ ക്ലെയിം ചെയ്തത്, അതായത് നമ്മൾ 6 മാസത്തിന് മുമ്പേ EOE വെച്ചു സപ്പോസ്,
കഴിഞ്ഞ വർഷം നവംബറിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ EOE വെച്ചു. ഈ വർഷം മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടി. ആ ഇൻവിറ്റേഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എത്ര പോയിന്റ് ആണോ അത് ക്ലെയിം ചെയ്ത് പറഞ്ഞു, ആ പോയിന്റ് നിങ്ങൾക്ക് വിസ ഗ്രാൻഡ് ചെയ്യുന്ന, ആ പ്രോസസ് ചെയ്ത് ഗ്രാൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കും, അറ്റ് ദ ടൈം ഓഫ് ദ ഡിസിഷൻ. അപ്പോൾ അത് പ്രധാനമായിട്ട് ഏജ് ആണ്. ഏജിൽ ഏറ്റവും നല്ല ഏജ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് 24 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെ. അതായത് 24 കഴിഞ്ഞ് 33 തികയുന്നതിന്റെ തലേ ദിവസം വരെ ഉള്ളതാണ് 24. അതിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ 30 പോയിന്റ്. പിന്നെ ഒരു ഗ്രാജുവേഷൻ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ 15 പോയിന്റ് ഗ്രാജുവേഷൻ. ഡിപ്ലോമ ആണ് 10 പോയിന്റ് ആയിട്ട് മാറും. ഡിപ്ലോമ ആണെങ്കിൽ 10. അത് ഗ്രാജുവേഷൻ. അപ്പൊ ഞാനിപ്പോ ഒരു 25 വയസ്സുള്ള ഒരാളാണെന്ന് വെച്ചു. എനിക്ക് വയസ്സിന് 30 പോയിന്റ്, ഗ്രാജുവേഷന് 15, 40 ഞാൻ IELTS PTO അല്ലെങ്കിൽ OETO. അപ്പൊ 25, 15, 40, IELTS 7, OETക്ക് ഓൾ B, അല്ലെങ്കിൽ PTക്ക് 65 ഇൻഡിവിജ്വൽ 50. ഇതാണ്. അപ്പൊ അതില് ഈ OET പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ OET ക്ലബിംഗ് അക്സെപ്റ്റബിൾ ആണോ? OET ക്ലബിംഗ് അക്സെപ്റ്റബിൾ ആണ്. ആ ഒരൊറ്റ ഇംഗ്ലീഷ് ഭാഷ മാത്രമേ ഉള്ളൂ. മൾട്ടിപ്പിൾ ടൈം നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാം. മൾട്ടിപ്പിൾ, അതായത് ഓരോ മോഡ്യൂളും ഓരോ സമയം വേണമെങ്കിൽ എഴുതിയെടുക്കാം. എന്നിട്ട് അത് കമ്പൈൻഡ് ആയിട്ട് പിന്നെ അത് ക്ലെയിം ചെയ്യാം. അത് ഈ ഒരൊറ്റ ഇതിന് മാത്രമേ. 3 വർഷമാണ് മൈഗ്രേഷനെ സംബന്ധിച്ച്. അതേസമയം ആപ്ര രജിസ്ട്രേഷൻ 2 വർഷം